ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ. മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന ബെഡ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന. ഇന്ന് 123-ാം ദിനം. ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവരെ അനുഗ്രഹിക്കാം. ഈ കാലഘട്ടത്തിൽ മക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതെ കടന്നു പോകുന്ന, പ്രത്യേകിച്ച് ലക്ഷ്യബോധമില്ലാതെ കടന്നു പോകുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. ഒരു ജോലിയായാലും കുറച്ച് പഠിച്ചു, ഇനി ഇങ്ങനെ പോയാൽ മതി, എനിക്ക് ചെറിയ ചെറിയ ജോലിയുണ്ട്, അത്യാവശ്യം വരുമാനമുണ്ട്, ഒരു ജീവിതാന്തസ്സിനെ കുറിച്ച് ചിന്തിക്കുവാൻ. വിവാഹം കഴിക്കാതെയും ആളുകൾ ജീവിക്കുന്നില്ലേ? പ്രാർത്ഥനയില്ലാതെ പള്ളിയിൽ പോകാതെ ആളുകൾ ജീവിക്കുന്നില്ലേ? ഇങ്ങനെ ചോദിക്കുന്ന മക്കളുണ്ട്. മാതാപിതാക്കളെ ഈ മക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ മക്കളെ നമുക്ക് സമർപ്പിക്കാം. അവരിലേക്ക് ദൈവിക ശക്തി നിറയുവാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മക്കളിലേക്ക് നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ ഈ കാണുന്ന ലൗകികമായ സമ്പാദ്യങ്ങളൊന്നുമല്ല. ഏതെങ്കിലും ചെറിയ ചെറിയ കൂട്ടുകെട്ടുകളുണ്ടാവാം. കുടുംബത്തോടോ മാതാപിതാക്കളോടൊക്കെ വേർപാടുണ്ടായി, കൂടപ്പിറപ്പുകളോടൊക്കെ അകൽച്ചയായി. എന്നാൽ 1-2 കൂട്ടുകാർ അവർ മതി, അവരാണ് ജീവിതത്തിലെല്ലാം, അവർ പറയുന്നതാണ് കാര്യമെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും താല്പര്യം വെക്കാതെ കടന്നു പോകുന്ന മക്കൾ, ഇതൊന്നുമല്ല ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്നത്. നാളെ ഇതിനൊക്കെ ഒരു ഉത്തരമുണ്ട്, ഇല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവിക കൃപയിലായെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലായെങ്കിൽ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടായി വിവേകത്തെ നിറയെ നമുക്ക് പ്രാർത്ഥിക്കാം. ജോയൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 28-ാം വചനം. എല്ലാവരുടെ മേലെ എൻ്റെ ആത്മാവിനെ വർഷിക്കും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് ജോയൽ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുമ്പോൾ മക്കളിലേക്ക് ഈ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അഭിഷേകത്താൽ നമ്മുടെ മക്കൾ നിറയട്ടെ, ദൈവിക കൃപയ്ക്ക് ഉടമകളായി തീരട്ടെ, ജീവിത വിജയം മക്കൾക്കുണ്ടാകട്ടെ, നല്ല ജീവിതാന്തസ് ഉണ്ടാകട്ടെ. ആമീൻ. ജോയൽ 2:28. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. പ്രവചനത്താലും സ്വർഗീയ ദർശനങ്ങളാലും ദൈവിക സ്വപ്നങ്ങളാലും ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ കൗദാശിക ജീവിതം നയിച്ചുകൊണ്ട് എന്നെന്നും അങ്ങയുടെ പ്രിയ മകളായി ഞങ്ങളുടെ മക്കൾ നിലകൊള്ളുകയും കൃപയുടെ മക്കളായി എല്ലാവർക്കും അഭിമാനവും സന്തോഷമായി തീരട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.